ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഴയ ആപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ഡാമേജ് ആയ ആപ്പിൾ, മോശമായ ആപ്പിളൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലേ, അത് ദൂരെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പിൾ വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എലികളെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അല്ല, നമ്മുടെ ആ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതേ ആപ്പിൾ ഡാമേജ് എന്ന് വെച്ചാൽ താഴെ വീണ് പൊട്ടിയ ആപ്പിളുമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡാമേജസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെ വീണതായുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോശമായ അല്ല ചീഞ്ഞ ആപ്പിളൊക്കെ ആയാലും മതി. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആപ്പിൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആപ്പിളൊക്കെ മേടിച്ചിട്ട് പുറമേ നല്ല അടിപൊളിയായിരിക്കും, പക്ഷേ കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മോശമാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ആപ്പിളാണെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഡാമേജ് കണ്ടോ. അപ്പോൾ അകത്ത് മൊത്തം കേടാണ്. കേടായ ആപ്പിൾ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിപൊളി സംഭവങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 കഷ്ണമായിട്ടൊക്കെ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. അടിപൊളി ടിപ്സാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ആപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1-2 പീസ് എടുക്കുക. അപ്പോൾ ഇത് ഒരു വലിയ പീസാണ് ഞാനിപ്പോൾ എടുത്തത്. തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ഇതിന് ആദ്യത്തെ ടിപ്പിൽ നമുക്കിപ്പോൾ തൊലി വേണ്ട, തൊലി കളഞ്ഞെടുക്കുവാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എലിക്കുട്ടന്മാർക്ക് കൊടുക്കാം. അവന്മാരെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടികല്ലിലേക്ക് നമുക്കൊന്ന് ഇട്ടിട്ട് ചതച്ചെടുക്കാം. കാരണം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടികല്ലിലിടാൻ പറയുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഈ ആപ്പിൾ നല്ല ഇങ്ങനെ പൊട്ടി പോലത്തെ ആപ്പിളായതുകൊണ്ട് നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ആപ്പിളായാലും മോശമായ ആപ്പിൾ എടുത്താൽ മതി കേട്ടോ. ഫ്രഷായ ആപ്പിളൊന്നും എടുത്ത് ആരും ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ചതച്ചതിന് ശേഷം നമുക്കിതിനെ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെയാണ്. കംപ്ലീറ്റ് ആയിട്ട് എലി കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് എടുത്തിട്ട് മെഴുകുതിരിയാണ്. മെഴുകുതിരി നമുക്ക് കൈ കൊണ്ട് കുറച്ച് ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ചീക്കി ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളൊക്കെ ചത്തു പോകും കേട്ടത്. ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ ചിരണ്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഴും. ഈ കഷ്ണങ്ങൾ വീണതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇളക്കി മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതെല്ലായിടത്തോട്ടും ആയി കിട്ടിക്കോളൂ. അപ്പോൾ ഞാൻ ദേ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇതിലോട്ട് ആയിക്കോളും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് മിക്സായി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് പിടിച്ചെടുക്കുക. ഈ ഒരു ബോൾസ് എവിടെയാണോ എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴുകിയ എലികൾ ചത്ത് വീഴുകയും ചെയ്യും കേട്ടോ. ആപ്പിളുള്ളപ്പോൾ ഭയങ്കരമായി അട്രാക്റ്റ് ചെയ്യും കേട്ടോ എലിയെ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഒരു പീസ് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയൊരു പീസ് ആപ്പിളാക്കി വെക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെഡിസിൻ്റെ ഒരു പാരസെറ്റാമോളോ ഡോളയോ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിൻസ് എടുക്കുക കേട്ടോ. മെഡിസിൻ്റെ ഗുളികയാണ്. അപ്പോൾ 650ൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ പകുതി എടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കും. ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ അന്ന് വെച്ചിട്ട് നെക്കി കൊടുത്താൽ അത് പൊക്കോളും. അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരുന്നോളും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ എലികൾ കഴിക്കും ഫുള്ളായിട്ട്. കാരണം ആപ്പിളായതുകൊണ്ട് എലികൾ എന്തായാലും കഴിക്കും, എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി വെക്കണം. നല്ല രീതിയിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് മുറിച്ചെങ്കിൽ ആ ഭാഗത്ത് മുറിച്ചതിന് ശേഷം അങ്ങോട്ട് വെച്ച് സെറ്റാക്കി വെച്ചാലും മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുകയോ എലികൾ ചത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എലിയെ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇച്ചിരിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെതറി കൊടുക്കാം കേട്ടോ. അങ്ങനെ വെതറി കൊടുക്കുമ്പോൾ കഴിച്ച് വരുമ്പോൾ എലിക്ക് മനസ്സിലാവും, ഓ ആപ്പിളുണ്ടെന്ന് വെച്ചിട്ട് അതിങ്ങനെ കഴിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല രീതിയിൽ വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പുറമേ ആയിട്ട് അധികം കാണാത്ത തരത്തിലോട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഞാൻ ആ സൈഡിലൊക്കെ ഒന്ന് വെതറി കൊടുക്കുവാണേ. കാരണം എലി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ആപ്പിളൊക്കെ കേടാവുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആപ്പിൾ തന്നെയാണ് കേട്ടോ. ആപ്പിൾ ഒരു കഷ്ണം നമ്മൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് കണ്ടോ ഇതേപോലെ കേടുള്ള ഭാഗമൊന്നും നിങ്ങൾ കണ്ടിച്ചൊന്നും കളയുമൊന്നും വേണ്ട കേട്ടോ. കാരണം അത് അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി എടുക്കുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് കർപ്പൂരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കർപ്പൂരം തന്നെ എടുക്കുക. കർപ്പൂരം ഒരല്പം 1 2 എടുത്താൽ മതി കേട്ടോ. ചെറിയ ഇതെടുക്കുക. കണ്ടോ കർപ്പൂരം ഇങ്ങനെ എടുക്കുക. കർപ്പൂരം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കണം. നൈസായിട്ടൊന്ന് തള്ളിക്കൊടുത്താൽ മതി, കീറിപ്പൊക്കോളും കേട്ടോ. അപ്പോൾ പതുക്കെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. അങ്ങനെ 2 കർപ്പൂരം നമ്മളിതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ കർപ്പൂരം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എലി കഴിക്കും. എലി ലൈവായിട്ട് ചത്ത് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതിൻ്റെ പുറമേ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് ഇത് കഴിക്കും. എലികൾ ചത്ത് അപ്പം തന്നെ വീടും നമുക്ക് കാണാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ഈ മൂന്നാമത്തെ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി നമ്മൾ 4ാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ചുണ്ണാമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചുണ്ണാമ്പ് ഇങ്ങനെ പാക്കറ്റുകളിലൊക്കെ കിട്ടില്ല. ഈ ചുണ്ണാമ്പിനെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. കാരണം ഈ ചുണ്ണാമ്പ് ഇപ്പോഴും ഉണങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പാത്രത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം, ഒന്ന് അലിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. അതാണ് ഞാൻ അല്പം ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മിക്സ് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് അത് നല്ല പോലെ എന്ന് വെച്ചാൽ ഈ പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളം തളിച്ച് ഞാനൊന്ന് അലിപ്പിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ചെയ്താൽ ശരിയാവത്തില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ചിലർക്കൊക്കെ ചുണ്ണാമ്പ് കൈ എടുത്താൽ ചിലപ്പോൾ പൊള്ളു കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്നെയൊക്കെ എപ്പോഴും കടന്നൽ കുത്തുമ്പോൾ ഞാൻ ഈ ചുണ്ണാമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് അങ്ങനെ ഇരുന്നൊന്ന് കുതിർന്ന് വന്നിട്ട് നമുക്ക് കൈയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പീസ് ആപ്പിൾ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണം മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചുണ്ണാമ്പിനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അല്ല സ്പൂണും ഉണ്ടായാലും നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ആപ്പിൾ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയിടണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിട്ടിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കണം. കണ്ടോ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിളിലേക്ക് ചുണ്ണാമ്പ് പിടിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അബ്സോർവ് ചെയ്യും കേട്ടോ. ആപ്പിൾ ഇതിനെ വലിച്ച് ശരിക്കും എടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എലികൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കും. ഇതിൻ്റെ വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടായി ചത്തു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ എലിയെ കൊല്ലുന്ന സമയത്ത് എലിയുടെ പരിസര പ്രദേശങ്ങളിലൊന്നും വെള്ളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് 4 ടിപ്സുകളാണ്. 4 ടിപ്സുകളും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂടുതലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.